മൂന്നാം പഞ്ചവത്സര പദ്ധതി ജോൺസാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ പദ്ധതി എന്നറിയപ്പെടുന്നു. ഇന്ദിരാഗാന്ധി അധ്യക്ഷത വഹിച്ച പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ നൽകിയ പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. 1962 ഇന്ത്യ ചൈന യുദ്ധം, 1965 ഇന്ത്യ പാക് യുദ്ധം എന്നിവ കാരണം പിറകോട്ട് വലിക്കപ്പെട്ട ഒരു പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങൾ: ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. 1961 NCERT സ്ഥാപിതമായി. 1964 കോത്താരി കമ്മീഷൻ നിലവിൽ വന്നു. 1966 താഷ്കന്റ് കരാർ നിലവിൽ വന്നു. 1965 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായി. മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5.6%. കൈവരിച്ച വളർച്ചാ നിരക്ക് 2.8%. മൂന്നാം പഞ്ചവത്സര പദ്ധതി പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവരിച്ചില്ല. ഇന്ത്യ ചൈന യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, വരൾച്ച മാത്രമല്ല ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ നിലവിൽ വന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇവയെല്ലാം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തിന് കാരണമായി.